ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാഃ സ്ഥിരൈരംഗൈഃ തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായു ഭദ്രം നോ അപിവാദയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. മുണ്ടകോപനിഷത്തിലെ 2-ാം മുണ്ടകത്തിലെ 1-ാം കാണ്ഡത്തിലെ 3-ാം മന്ത്രം. ഏതസ്മാജ്ജായതേ പ്രാണോ മനഃ സർവേന്ദ്രിയാണി ച ഘം വായുർജ്യോതിരാപഃ പൃഥിവീ വിശ്വസ്യ ധാരിണി. ഏതസ്മാത് ഇവനിൽ നിന്നാണ് പ്രാണനും മനസ്സും സർവേന്ദ്രിയാണി ച എല്ലാ ഇന്ദ്രിയങ്ങളും ഘം ആകാശവും വായുവും ജ്യോതിസ്സും തേജസ്സും വിശ്വത്തിൻ്റെ ഈ സർവ്വലോകത്തിൻ്റെയും ധാരിണിയായ താങ്ങായിരിക്കുന്ന വിശ്വത്തെ ധരിക്കുന്ന പൃഥിവിയും ഭൂമിയും ജായത്തെ ജനിക്കുന്നത്. പുരുഷന് പ്രാണൻ മുതലായവ ഇല്ലാത്തത് എങ്ങനെയാണെന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. നാമരൂപങ്ങൾക്ക് ബീജമായ ഉപാധിയോടു കൂടിയ ഈ പുരുഷനിൽ നിന്നു തന്നെയാണ് അവിദ്യാവിഷയമായ വികാരമായുള്ളതും നാമധേയമാത്രവും അനൃതസ്വരൂപനുമായ പ്രാണൻ ഉണ്ടാകുന്നത്. വാചാരംഭണം വികാരോ നാമധേയമനൃതം. വാക്കുകൊണ്ടുണ്ടാകുന്ന വികാരമാകുന്നു നാമധേയം എന്നത്. അത് അനൃതവുമാകുന്നു എന്ന് ശ്രുതിയുള്ളത് ഇതിന് പ്രമാണമാകുന്നു. പുത്രനില്ലാത്തവന് സ്വപ്നത്തിൽ കാണുന്ന പുത്രനിമിത്തം സപുത്രത്വം ഉണ്ടാകയില്ലാത്തതുപോലെ അവിദ്യാവിഷയവും അനൃതസ്വരൂപനുമായ പ്രാണൻ നിമിത്തം പുരുഷന് പ്രാണനുണ്ടെന്നും വരികയില്ല, അങ്ങനെ കണക്കാക്കാൻ പറ്റുകയില്ല. ഇതുപോലെ തന്നെ മനസ്സും എല്ലാ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഇവനിൽ നിന്നു തന്നെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഉപചാരമായിട്ടല്ലാതെ വാസ്തവത്തിൽ പുരുഷന് പ്രാണാദികൾ ഇല്ലെന്നു സിദ്ധിക്കുന്നു എന്നാണ് സാരം. ഉൽപ്പത്തിക്ക് മുമ്പ് ഇല്ലാത്തതുപോലെ തന്നെ ലയിച്ചതിൻ്റെ ശേഷവും പുരുഷന് പ്രാണാദികൾ ഇല്ലെന്നറിഞ്ഞുകൊള്ളണം. കരണങ്ങളായ മനസ്സും ഇന്ദ്രിയങ്ങളും പോലെ തന്നെ ശരീരങ്ങൾക്കും വിഷയങ്ങൾക്കും കാരണങ്ങളായ ഭൂതങ്ങളും പഞ്ചഭൂതങ്ങളും പുരുഷനിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു. ഭൂതങ്ങൾ ഏതെല്ലാം എന്നാൽ ആകാശം, ഉള്ളിലും പുറമേയുള്ളതുമായ ആവഹൻ പ്രവഹൻ മുതലായ ഭേദങ്ങളോട് കൂടിയതുമായ വായു, അഗ്നി, ജലം, എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്ന പൃഥിവി ഇവയാകുന്നു. പൃഥ്വി, തേജോ, വായുരാകാശ ഇവ മുറയ്ക്ക് ശബ്ദസ്പർശ രൂപരസഗന്ധം എന്ന ഗുണങ്ങളോടും അവയ്ക്ക് മുമ്പ് പറഞ്ഞ ഗുണങ്ങളോടും കൂടി പുരുഷനിൽ നിന്നു തന്നെ ജനിക്കുന്നു എന്ന് സാരം. പരവിദ്യയ്ക്ക് വിഷയവും അക്ഷരനും നിർവിശേഷനും സത്യനും ആയ പുരുഷനെ ദിവ്യോഹമൂർത്ത ഇത്യാദി മന്ത്രം കൊണ്ട് ചുരുക്കി പറഞ്ഞിട്ട് പിന്നെ ആ പുരുഷനെ തന്നെ വിശേഷങ്ങളോടുകൂടി പറയുന്നതിന് ആരംഭിക്കുകയാണ് ഇവിടെ. സൂത്രവും ഭാഷ്യവും പോലെ ചുരുക്കിയും വിസ്തരിച്ചും പറഞ്ഞാൽ വിഷയം സുഖമായി മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വിസ്തരിച്ച് പറയുന്നത്. അപ്പോൾ ആ പുരുഷന് പ്രാണനും മനസ്സും ഇതൊന്നും പഞ്ചേന്ദ്രിയങ്ങളും ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ പുരുഷനിൽ നിന്നാണ് ഇതുണ്ടാകുന്നത് എന്നാണ് പിന്നീട് പറയുന്നത്.
പുരുഷന് ഇല്ല, ആ പുരുഷന് ഇതൊന്നുമില്ല. പക്ഷേ പുരുഷനിൽ നിന്ന് പഞ്ചഭൂതങ്ങളും, ആ പഞ്ചഭൂതങ്ങളുടെ എന്താണ് ഗുണം എന്നും ഇവിടെ പറഞ്ഞു. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവ പറഞ്ഞു. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും പ്രാണാദികളും ഒന്നും പുരുഷനില്ല എന്ന് പറഞ്ഞിട്ട് ആ പുരുഷനിൽ നിന്നു തന്നെയാണ് ഇത് ഉണ്ടാകുന്നത്, ഉത്ഭവിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ആ പുരുഷൻ ഉണ്ടാക്കുന്നു എന്നർത്ഥം. അപ്പോൾ ആ പുരുഷനിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞത് വിസ്തരിച്ച് പറഞ്ഞ് അതിനെ മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ളത് കൊണ്ടാണ് ആ പുരുഷന് ഇതില്ല എന്നും പുരുഷനിൽ നിന്നാണ്, അതിൽ നിന്നു തന്നെയാണ് അവിദ്യാവിഷയങ്ങളായ വികാരങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്ന് പറയുകയാണ് ഈ മന്ത്രത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിനുണ്ട് എന്നർത്ഥം വരണം എന്നില്ല എന്നുകൂടെ പറയുകയാണ്.